തങ്ങളിപ്പോൾ മുസ്ലിം വർഗീയതയ്ക്കെതിരാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നറിയിക്കാനാണ് CPM-ന്റെ നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന, വയനാട്ടിൽ മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നാണ്. പ്രിയങ്കയുടെ ഘോഷയാത്ര മുഴുവൻ ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു പ്രകടനമായിരുന്നു എന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഇതിനു തൊട്ടു മുമ്പ് പി മോഹനൻ, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാക്സവൻ കായിക കൂട്ടായ്മയ്ക്കെതിരായിട്ട്, വ്യായാമ കൂട്ടായ്മയ്ക്കെതിരായ ഒരു പ്രസ്താവന നടത്തി. അത് നിരോധിക്കപ്പെട്ട മുസ്ലിം ഭീകര സംഘടനയാണ് അതിന്റെ പിറകിലെന്നായിരുന്നു മോഹനൻ ആരോപിച്ചത്. പക്ഷേ നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ പുലി വരുന്ന സമയത്ത് പട്ടി ഇങ്ങനെ കുരച്ചു ചാടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പുലി പിന്നീട് മുന്നോട്ടായുമ്പോൾ പട്ടി പിന്തിരിഞ്ഞോടുന്നത് കാണാം. അതേപോലെ തന്നെയായിരുന്നു പി മോഹനും ചെയ്തത്. മുസ്ലിം വർഗീയതയ്ക്കെതിരെ, മുസ്ലിം ഭീകരതയ്ക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. പക്ഷെ പെട്ടെന്ന് എല്ലാവരും കൂടി, കോൺഗ്രസും ലീഗും ഒക്കെ പ്രതികരിച്ചതോടുകൂടി പി മോഹനൻ തന്റെ പ്രസ്താവനയൊക്കെ പിൻവലിച്ച് നേരെ പിൻവാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും കുറച്ച് നാളായി CPM ഇങ്ങനെ മുസ്ലിം വർഗീയതയ്ക്കെതിരായ നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പ്രകടമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ പിറകിലെ കാരണം? ഇതിന്റെ പിറകിലെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി തന്നെയാണ്. അതായത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും, ആലപ്പുഴയിലാണെങ്കിലും, തൃശ്ശൂരിലാണെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കാര്യമായ രീതിയിൽ CPM-ന്റെ വോട്ട് ബാങ്ക് BJP-യിലേക്ക് ഒഴുകിപ്പോയിരിക്കുന്നു. അതായത് CPM-ന്റെ അടിസ്ഥാന വോട്ടായ ഹിന്ദു വോട്ട് ബാങ്ക് BJP-യിലേക്ക് ഒഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഹിന്ദു വോട്ട് ബാങ്കിനെ, അല്ലെങ്കിൽ ഹിന്ദു വോട്ടർമാരെ CPM-ൽ തന്നെ പിടിച്ചു നിർത്താനുള്ള, അല്ലെങ്കിൽ കാലാകാലങ്ങളായി തങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ഹിന്ദുക്കളെ CPM-ന് വീണ്ടും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരടവായിട്ടാണ് പുതിയ മുസ്ലിം വർഗീയ വിരോധം CPM പ്രകടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് അല്ലെങ്കിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചത്. മുസ്ലിം വർഗീയതയ്ക്കെതിരാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. കുറച്ച് ദിവസം മുമ്പ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ RSS-നെ പോലെ വർഗീയത വളർത്താൻ വേണ്ടി മദനി ശ്രമിച്ചിരുന്നു. ISS എന്ന സംഘടന, RSS-ന് ബദലായി ISS എന്ന സംഘടന 1990-ൽ ആരംഭിച്ച മദനി വർഗീയമായ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ മുസ്ലിങ്ങളിൽ വർഗീയത കുത്തിവെക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നൊക്കെയാണ് ആരോപിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതേ മദനിയെ തന്നെ പൊക്കി നടന്നവരാണ് CPM. പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിൽ CPM മദനിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു, മദനിയെ വേദിയിലിരുത്തിയിരുന്നു. അങ്ങനെ ഭീകരനായ മദനിയെ ഉയർത്തി കാണിച്ച, അല്ലെങ്കിൽ മദനിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ച CPM കേരള നിയമസഭയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് മദനിയെ മോചിപ്പിക്കാൻ പ്രമേയം പാസാക്കിയത്. അങ്ങനെ മുസ്ലിം വർഗീയ ശക്തികൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിയ നിലപാടായിരുന്നു, അല്ലെങ്കിൽ നൽകുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അവർ മദനിയെ തള്ളിപ്പറയുന്നു, P ജയരാജൻ തള്ളിപ്പറയുന്നു. ഇതെന്തിന്റെ ലക്ഷണമാണ്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് CPM എടുത്ത നിലപാട്, ഷബാനു കേസിൽ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ, അന്നത്തെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ നിയമം കൊണ്ടുവന്ന സമയത്ത് അതിനെതിരായ നിലപാടാണ് CPM സ്വീകരിച്ചത്. അന്ന് തികച്ചും പുരോഗമനപരമായ നിലപാടായിരുന്നു, മുസ്ലിം യാഥാസ്ഥിതികതയ്ക്കെതിരായ നിലപാടായിരുന്നു CPM സ്വീകരിച്ചിരുന്നത്, CPM-ന്റെ കേന്ദ്ര നേതൃത്വം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയ CPM പലപ്പോഴും മുസ്ലിം വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പലസ്തീൻ പ്രശ്നത്തിൽ റാലി നടത്തിയ CPM ഹമാസിന്റെ അതിക്രമത്തെ അപലപിക്കാൻ തയ്യാറായില്ല. ഒരു ഭാഗത്ത് ടിബറ്റിനെ ചൈന കയ്യേറിയിരിക്കുന്നു. അങ്ങനെ ടിബറ്റിന്റെ ചൈനക്കെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത CPM, അല്ലെങ്കിൽ ടിബറ്റിൽ ആധിപത്യം നടത്തുന്ന ചൈനയെ അപലപിക്കാത്ത CPM, മറുഭാഗത്ത് പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് മുസ്ലിം പിന്തുണ നേടാൻ വേണ്ടി പലസ്തീൻ പ്രശ്നത്തിൽ കേരളത്തിൽ പോലും റാലി നടത്തുകയാണ് ചെയ്തത്. അത് മുസ്ലിം വോട്ട് സമാഹരിക്കാനായിരുന്നു. 2016-ലും 2021-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വർഗീയ ശക്തികളുടെ വോട്ട് നേടിയാണ് CPM അധികാരത്തിലേറിയത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം കാലാകാലങ്ങളായിട്ട് CPM എടുത്തിരുന്ന നിലപാട് മുസ്ലിം വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ഒരുപക്ഷെ EMS-ന്റെ നേതൃത്വത്തിൽ ഷബാനു കേസിൽ മാത്രമാണ് അതിനൊരു
അപവാദമുണ്ടായിരുന്നത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മുസ്ലിം ലീഗ് വളർന്നു വന്നതിന്റെ പിറകിൽ CPM കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിരുന്നത്. അവരന്ന് മന്ത്രിസ്ഥാനം ഒന്നും കൊടുക്കാൻ മുസ്ലിം ലീഗിന് അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ സ്വന്തം മുന്നണിയിൽ കൂട്ടി മന്ത്രിസഭ ഉണ്ടാക്കി മന്ത്രിസഭയിൽ എടുത്തത് ആരാണ്? അത് CPM ആയിരുന്നു. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അന്ന് അതിനെ കോൺഗ്രസ് ഒക്കെ എതിർത്തിരുന്നതാണ്. കാരണം വികസനത്തിന്റെ പേരിലാണ് ജില്ലയെങ്കിൽ കേരളത്തിൽ ഒരുപാട് ജില്ലകൾ വരേണ്ടിയിരുന്നു. അങ്ങനെ വികസനത്തിന്റെ പേരിലല്ല, മറിച്ച് മുസ്ലിം പ്രീണനത്തിന്റെ പേരിലാണ് CPM 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഒരു താലത്തിലാക്കി മുസ്ലിം ലീഗിന് കൊടുത്തത്. അങ്ങനെ മുസ്ലിം പ്രീണനത്തിന്റെ എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്ന ഒരു സംഘടനയായിരുന്നു CPM. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നേരത്തെ വാദിച്ചിരുന്നവനാണ് CPM. പക്ഷേ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ബില്ല് BJP സർക്കാർ കൊണ്ടുവന്ന സമയത്ത് അതിനെ എതിർക്കുകയാണ് CPM ചെയ്തത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭത്തിൽ മുസ്ലിം വർഗീയ ശക്തികളുടെ കൂടെ ചേരുകയാണ് CPM ചെയ്തത്. മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി സദാം ഹുസൈന് വേണ്ടി ബന്ദ് വരെ, ഹർത്താൽ വരെ നടത്തിയ പാർട്ടിയാണ് CPM. അങ്ങനെ എങ്ങനെയൊക്കെ കേരളത്തിൽ മുസ്ലിം വർഗീയ ശക്തികളെ താലോലിക്കാൻ കഴിയുമോ, മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിക്കാൻ കഴിയുമോ, അതൊക്കെ ചെയ്ത പാർട്ടിയാണ് CPM. പക്ഷെ ഇന്ന് അവർ മുസ്ലിം വർഗീയതയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് P ജയരാജൻ PDPയെ എതിർക്കുന്നു, ഒരു ഭാഗത്ത് P ജയരാജൻ ISSനെ എതിർക്കുന്നു, മറുഭാഗത്ത് ഇതേ CPM തന്നെയാണ് ഇത്രകാലവും PDPയെയും മദനിയെയൊക്കെ പിന്തുണച്ചിരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും കൂട്ടുകൂടിയത്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന സമീപനത്തിന് കേരളത്തിൽ സ്വീകാര്യത നേടിക്കൊടുത്തത്, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വീകാര്യത നേടിക്കൊടുക്കാൻ ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സഖ്യമുണ്ടാക്കിയ ചരിത്രമാണ് CPMനുള്ളത്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനുള്ള യാതൊരു അധികാരവും ധാർമ്മികമായ അവകാശം ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ മുസ്ലിം വർഗീയതയെ എല്ലാ കാലത്തും കൂട്ടുകൂടി, അല്ലെങ്കിൽ എല്ലാ കാലത്തും പ്രീണിപ്പിക്കാൻ ശ്രമിച്ച CPM ഇപ്പോൾ അവർ മുസ്ലിം വർഗീയതയ്ക്കെതിരായ നിലപാടെടുത്തിരിക്കുന്നത് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് നേടാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിന് വേണ്ടി മാത്രമാണ്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൂടെയാണ് മുസ്ലിം സംഘടനകൾ നിൽക്കുക എന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലായതാണ്. നേരത്തെ 2016 2021 CPM ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. മുസ്ലിം സംഘടനാ നേതാക്കന്മാരെ, അല്ലെങ്കിൽ മുസ്ലിം മതത്തിലെ പ്രമാണിമാരെ മുമ്പിൽ നിർത്തി മുസ്ലിം വോട്ട് സമാഹരിക്കാൻ അവർ കാര്യമായ ശ്രമം നടത്തിയിരുന്നു. കുറേയൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. മലപ്പുറം ജില്ലയിൽ കുറെ വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു, മലബാർ മേഖലയിൽ കുറെ വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് മുസ്ലിം പ്രാമാണിമാരെ MLA-മാരാക്കി മാറ്റിയെടുക്കാൻ, മന്ത്രിമാരാക്കി മാറ്റാൻ കഴിഞ്ഞു. KT ജലീലിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി, അബ്ദുറഹിമാനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി, ഇപ്പോൾ അൻവറിനെ മുൻനിർത്തി, ഇപ്പോൾ അൻവർ CPM നടഞ്ഞിരിക്കുന്നു. അങ്ങനെ മുസ്ലിം പിന്തുണ നേരത്തെ തങ്ങൾക്ക് കിട്ടിയിരുന്ന 2016 2021 തങ്ങളെ അധികാരത്തിലേറ്റാൻ സഹായിച്ച മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണ, അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണ തങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പിൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് CPM ഇപ്പോൾ ഹിന്ദു വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിന്റെ പേരിലാണ് അവരിപ്പോൾ, അത് വിജയരാഘവനായാലും P ജയരാജനായാലും പിണറായി വിജയനായാലും മുസ്ലിം വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത്. പക്ഷേ മുസ്ലിം വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശരിയായ നിലപാടല്ല CPM സ്വീകരിക്കുന്നത് എന്ന് അവരുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ചെയ്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഹിന്ദു വോട്ടിനെ വിജയിക്കാൻ വേണ്ടി CPM ആശ്രയിച്ചിരുന്നു എന്നുള്ളത് 1957 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ശബരിമല തീവെപ്പ് കേസിലെ കേസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു CPM പ്രചരണം നടത്തിയിരുന്നത്. അതൊരു ഹിന്ദു വികാരത്തിന്റെ പേരിലായിരുന്നു. നിലക്കൽ പ്രക്ഷോഭ സമയത്തായാലും ശബരിമല പ്രക്ഷോഭ സമയത്തായാലും ഹൈന്ദവ വികാരങ്ങൾക്കെതിരായ നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് മുസ്ലിം വിരോധം ഊതി വീർപ്പിച്ച് ഹിന്ദു വോട്ട് നേടാനുള്ള കുൽസിത ശ്രമമാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിജയരാഘവന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം, അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ, മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്നുള്ള പ്രയോഗം തന്നെ ഹിന്ദു വോട്ട് നേടാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് വളരെ വ്യക്തമാണ്.